ഹലോ, നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സമ്മർ വെക്കേഷൻ ട്രിപ്പിലെ നമ്മുടെ ഈ ആൻഡമാൻ എക്സ്പ്ലോർ ചെയ്യുന്ന ഈ ഒരു ട്രിപ്പിലെ ഏറ്റവും കുറച്ച് മാത്രം വീഡിയോസ് ഞാൻ എടുത്തിട്ടുള്ളൊരു സ്പോട്ടാണിത് കേട്ടോ. കൂർമ്മ ഡേറ മീൻസ് കൂർമ്മം അറിയാമല്ലോ, നമ്മുടെ മത്സ്യം, കൂർമ്മം, വരാഹം അങ്ങനെ കേട്ടിട്ടില്ലേ. അപ്പോൾ ആമേനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ആമകൾ ഉണ്ടായിരുന്ന സ്ഥലമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം മേ ബി. അതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് കേട്ടോ. പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ ഇവിടെ നിറയെ ഞണ്ടുകളെ പിടിക്കാനുള്ള ആൾക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ചെന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്, ഒരു വൈകുന്നേരം സൺസെറ്റിനോട് അടുത്തിട്ടാണ്. അപ്പോൾ വെള്ളമെല്ലാം അങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്ന സമയമാണ്. അടിപൊളി ഒരു ബീച്ചാണ്. കാരണം വളരെ പ്രൈവറ്റ് ബീച്ച് പോലെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. കാരണം നമ്മൾ ചെന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ, വേറെ ആൾക്കാർക്ക് വേറെ സ്പോട്ടുണ്ട്, അങ്ങനെ ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ഉള്ളിലോട്ട് വന്നിട്ട് ജാപ്പനീസ് ബങ്കറുകൾ പണ്ടത്തെ പട്ടാളക്കാർ ജാപ്പനീസുകാർ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, ഇത്ര ഉള്ളിൽ. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് നമുക്ക് ഇരുന്നാൽ കടലിൽ കൂടെ വേറെ ഷിപ്പുകൾ നമ്മുടെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. ഭയങ്കര പ്രൈവറ്റായിട്ടുള്ള, ഭയങ്കര കാം ആൻഡ് സൈലൻ്റ് ആയിട്ടൊരു ബീച്ചാണ് കേട്ടോ. രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് വെള്ളമാണ്, നടുക്കൂടി ഇങ്ങനെ ഒരു പാത കെട്ടിയിട്ട്, അതൊരു വലിയ പാറക്കെട്ടാണ് ആ കാണുന്നത്. പാത കെട്ടിയതല്ല, അവിടെ ഒരു മൺപാതയുണ്ട്. അത് കയറി ചെല്ലുന്നത് ഒരു പാറയിലേക്കാണ്. പാറയുടെ അടിയിൽ ബങ്കർ കെട്ടിയിരിക്കുകയാണ്. അടിപൊളി വ്യൂ ആണ്. അതിനകത്ത് കയറി ഇരുന്നാൽ നിറയെ ഞണ്ടുകൾ ഇപ്പോൾ ഉണ്ട്. പണ്ട് പട്ടാളക്കാർ അതിനകത്ത് ഒളിച്ചിരുന്നിട്ടാണ് ഇങ്ങനെ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നത്. ആ പാറയുടെ മുകളിൽ മൊത്തം പച്ചപ്പും പുല്ലുകളും ഒക്കെ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ആ പാറ നിറയെ പൊടിയാണ്, ഒരു രക്ഷയില്ല, തെന്നി വീഴാൻ അടിപൊളി സാധ്യതയുള്ളൊരു ഏരിയയാണ് കേട്ടോ. പിന്നെ അതിനകത്ത് കയറിയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയത് കേട്ടോ. അതാണ് അതിനെക്കാട്ടിലും വലിയൊരു ഉപയോഗമായിട്ട് നമ്മൾ അവിടെ കണ്ടത്. കാരണം വേറെ ആരും വരാനില്ല, എന്നാലും നമുക്കൊരു പ്രൈവസി എന്നുള്ള രീതിയിൽ. ഇതാണ് ബങ്കർ. അതിനകത്തേക്ക് കയറുമ്പോൾ കുറേ ഞണ്ടുകൾ അവിടെ ഇവിടെ എല്ലാം പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇതുവഴി നോക്കി അപ്പുറത്തും ഇപ്പുറത്തും കാണാം. പക്ഷേ പ്രത്യേകത വെച്ചാൽ പുറത്തും നോക്കിയാൽ അകത്തുള്ളതൊന്നും കാണാൻ പറ്റില്ല, അകത്തും നോക്കിയാൽ പുറത്തെല്ലാം കാണാം. കാരണം ഇരുട്ടിൻ്റെയും ലൈറ്റിൻ്റെ ആ ഒരു താജ്മഹലിൻ്റെ മറ്റേ ആ ഒരു കാഴ്ചയില്ല, അതേപോലെയാണ് ഇവിടുത്തെ ആ ഒരു സംഭവം. അടിപൊളി വ്യൂ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ പേര് പാറപ്പുറത്തൊക്കെ കയറി. നല്ല വ്യൂ ആണ്. നല്ല ആ ഒരു വെള്ളത്തിനൊക്കെ സൺസെറ്റ് ആകുമ്പോഴത്തേന് ആ ഒരു ഓറഞ്ച് റെഡിഷ് ആ ഒരു കളർ മൊത്തം സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ പാറക്കെട്ടുകൾ നിറയെ പൊടി കൊണ്ട് മൂടിക്കിടക്കുന്ന ഒരു പാറക്കെട്ട. ഒരു ബീച്ചിൻ്റെ നടുക്ക് എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുക എന്ന് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ വെള്ളം നനഞ്ഞിട്ട് ആ പാറയിൽ കയറുവാണെങ്കിൽ ഉറപ്പായിട്ടും സ്ലിപ്പായിട്ട് അങ്ങനെ വീഴും. നിറയെ പൊടിമണ്ണാണ്, പൊടി മാത്രമാണ് കേട്ടോ, മണലല്ല, പൊടിയാണ്. കാരണം നമുക്ക് അത്ഭുതം തോന്നാനുള്ളതിൻ്റെ കാരണം അതാണ്. ആ ബീച്ചിൽ ഒരു 90% മണ്ണില്ല, നിറയെ കല്ലുകളും കോറലുകളും കക്കകളും മാത്രമാണുള്ളത്. പക്ഷേ കല്ലുകളാണെങ്കിൽ ഭയങ്കര ഫൈൻ ഫിനിഷിംഗ് ഉള്ള പാറകളാണ്. അതിൻ്റെ മുകളിലേക്ക് കുറേ പേരൊക്കെ കയറി. എനിക്ക് കയറാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല, കാരണം കാല് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ പൊടിയിൽ കണ്ട, പൊടിയുള്ള കല്ലും പൊടിയില്ലാത്ത കല്ലും മനസ്സിലാവുന്നില്ലേ. അപ്പോൾ എൻ്റെ കാല് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ കയറിയിട്ട് വഴുതി വീണിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വേണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കയറിയില്ല കേട്ടോ. പക്ഷേ സുഖമായിട്ട് കയറാം. ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കയറാഞ്ഞെന്ന് സത്യത്തിൽ പറയാം. പക്ഷേ നല്ല അടിപൊളി കിട്ടില്ലനൊരു ബീച്ചാണ്. ഒരു പ്രശ്നമുള്ളൂ, ഇവിടെ മാത്രം വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നമ്മളൊന്ന് ചെരുപ്പിട്ടിട്ട് ഇറങ്ങിയാൽ കുറച്ചും കൂടി സേഫ്റ്റി ആയിരിക്കും. കാരണം 2 മക്കളുടെ കാല് ഇവിടുന്ന് മുറിഞ്ഞു. കാരണം അത്രയും ഷാർപ്പായിട്ടുള്ള കല്ലുകൾ വെള്ളത്തിനകത്താണ്, പുറത്തല്ല കേട്ടോ. പുറത്തൊക്കെ നല്ല ഫൈൻ ഫിനിഷ്ഡ് ആയിട്ടുള്ള കല്ലുകളാണ്, നല്ല ഒഴുക്കനുള്ള പാറകളാണ് കാണുന്നത്. നല്ല വഴുക്കലുണ്ടായിരുന്നു, നല്ല സ്ലിപ്പിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ്, നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റും. നമ്മൾ തിരയടിച്ച് ഒഴുകി പോകില്ല, കാരണം പാറക്കെട്ടുകളാൽ നമ്മളെ ഇങ്ങനെ തടഞ്ഞു നിർത്തും. ആ തിര ഇങ്ങോട്ട് അടിച്ച് കയറി നമുക്കൊരു അങ്ങനെ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇത് കണ്ടോ, വെള്ളത്തിനകത്ത് നിറയെ കോറലുകളും കല്ലുകളും ആ ഒരു കുപ്പിച്ചില്ല് പോലെ കൊണ്ട് കയറുന്ന കല്ലുകളാണ് വെള്ളത്തിനകത്ത്. അപ്പോൾ ശമ്പൂട്ടൻ കുറേ കളിച്ചു കേട്ടോ. അവിടുന്ന് കാല് മുറിഞ്ഞത് കുഴപ്പമില്ല, ശമ്പൂട്ടനും ചെറിയൊരു കീറലല്ല, ചെറിയൊരു സ്പോട്ടൊക്കെ പറ്റി. പക്ഷേ ആൾ കളിക്കുന്നതിലൊന്നും അങ്ങനെ ഒന്നും അതിൽ നിന്നൊരു മൈൻഡ് ഡൈവേർട്ടൊന്നും ചെയ്യില്ല. കുഞ്ഞുകുട്ടികളും വലിയവരും ഒക്കെ അങ്ങനെ. ഇത്രയും വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മതിയായി. കാരണം സൺസെറ്റ് ആവാനായി. ഇനി നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ നമ്മൾ വന്ന കാര്യം നടക്കില്ല, എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് വന്നുകൊണ്ട് വേഗം കൊണ്ട് ഫോൺ അവിടെ ചാടി, എന്നിട്ട് ഫോൺ അവിടെ വെച്ചിട്ട് വന്നു. എന്നിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അടിപൊളിയായിട്ട് വെള്ളത്തിൽ കളിച്ചു. പക്ഷേ വെള്ളത്തിൽ കളിക്കുമ്പോൾ അങ്ങനെ എല്ലാവർക്കും കളിക്കണമല്ലോ, അപ്പോൾ അങ്ങനെ ആരും വീഡിയോ ഒന്നും എടുക്കില്ല. അപ്പോൾ നമ്മുടെ ആകെ ഉള്ളത് കുറച്ച് ഫോട്ടോസ് മാത്രമാണ്. അപ്പോൾ ഇത് മെമ്മറിയിൽ സൂക്ഷിച്ചേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ഇടുന്നത്. ഇങ്ങനത്തെ ഒരു സ്ഥലം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അത് പറ്റുമല്ലോ. അങ്ങനെ വെള്ളത്തിലെല്ലാം കളിച്ച് സൺസെറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള കോഫിയും സ്നാക്സും ഒക്കെ കഴിച്ചു.
അപ്പോൾ നമ്മുടെ സൗമ്യച്ചയുടെ സ്പെഷ്യൽ അടിപൊളി കോഫിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കോഫിയും സ്നാക്സും ചിപ്സും അതും ഇതും എല്ലാം കഴിച്ച് ആ വെള്ളത്തിൽ കിടന്ന തണുപ്പൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഉഷാറാക്കിയതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരും. കാരണം രാത്രിയാവാനാവുകയാണ്. കുറച്ച് ഉള്ളിലോട്ടുള്ള വഴികളിലൂടെയൊക്കെയല്ലേ നമ്മൾ പോയത്. ഇവിടെ നിറയെ അങ്ങനത്തെ കോറൽസ് ആണ്, കണ്ടോ. മണ്ണില്ല എന്ന് തന്നെ വേണേൽ പറയാം, അതുപോലെ കോറൽസ് ആണ്. അപ്പോൾ ഈ സമയമാകുമ്പോഴത്തേന് ഞണ്ടിനെ ഇങ്ങനെ കുത്തിയെടുക്കാനുള്ള ആൾക്കാരൊക്കെ വന്നു. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. ഈ ഒരു ട്രിപ്പിൻ്റെ മെമ്മറി തന്നെ ഫോട്ടോസ് ആണല്ലോ. ഒരു 3-4 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു, ആൻഡമാനിലുണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാമല്ലോ. പിന്നെ നമുക്ക് കാണുമ്പോഴും ഒരു സന്തോഷമല്ലേ. എല്ലാവർക്കും ഒരുപോലെയാണോ എന്ന് അറിയില്ല, എന്നാലും ഞാൻ കണ്ടിട്ടുള്ള ഒരുവിധം 90% ആൾക്കാരിലും അങ്ങനെയാണ്. പഴയ കാര്യങ്ങൾ ഓർക്കാനും ചെയ്യാനും കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പഴയ ഫുഡ് കഴിക്കാൻ, പഴയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഇഷ്ടമാണ്. എനിക്കും അതെ, എൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ ശംഭുവിനും അങ്ങനെ ഒരു കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് എല്ലാം സൂക്ഷിച്ചു വെക്കുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കൂർമ്മ ഡെറ ട്രിപ്പ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.